നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പയ്യോളിയുള്ള ശാന്തി പാലിറ്റീവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അവിടെ ഓണത്തിൻ്റെ ചെറിയൊരു പരിപാടി നടത്തുന്നതിനെ കൊണ്ട് നമ്മളെ വളണ്ടിയർമാർ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ പോയ സമയത്ത് ടേബിളൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ചോറ് എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് എന്താക്കി, ചോറിൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ടോ. വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഒരാൾ എന്നോട് പറഞ്ഞ വായയും പഴവും കാണുന്നില്ലെന്ന്. തപ്പിയൊക്കെ നല്ല രണ്ടാൾ ഒരു സ്ഥലത്ത് തന്നെ കുത്തിരിക്കുന്നുണ്ടോ. അതെടുത്തിട്ട് ഞാൻ കൃഷ്ണേട്ടൻ്റെ അടുത്ത് കൊടുത്ത്. കൃഷ്ണേട്ടൻ എല്ലാ ടേബിളും കല്യാണം വിളിക്കുന്നതിൻ്റെ അടുത്ത് എന്താക്കി വായൻ്റെ ഇലയും കിട്ടിട്ടോ. അത് ഇട്ട സമയത്ത് തന്നെ ഒന്നും നോക്കണ്ട, നമ്മളെ പ്രേമേട്ടൻ്റെ മോന് എൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. ഓനുണ്ട് നല്ല സ്ലോ മോഷനിലെല്ലാം വിളമ്പി കൊടുക്കുന്നത്. നമ്മൾ വിസ്മയം എന്താ പറയുന്നത് വെച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ചിക്കൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതി. അങ്ങനെ ഒരു വളണ്ടിയർ വരെയും ചെയ്തിട്ട് ചിക്കൻ മൊത്തമായിട്ട് ഓളെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ ആജി കണ്ട് കുറച്ച് മുന്നോട്ട് പോയി കുത്തിയിരിക്കുന്നത്. അങ്ങനെ ആജിക്കാക്ക് ചോറ് ഇട്ടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വളണ്ടിയർ വന്ന് ചോറിട്ട് പപ്പടം കൊണ്ട് മുഖം മറിക്കുകയാണ് ആജിക്ക് വീഡിയോ എടുക്കുന്നതിന് കൊണ്ട്. അങ്ങനെ പപ്പടം എടുത്തിട്ട് എന്താക്കി നമ്മൾ അടുത്തുള്ള ഒരു ചങ്ങായിൻ്റെ അടുത്ത് കൊടുത്ത്. അങ്ങനെ നമ്മൾ വേറൊരു വളണ്ടിയർ ഉണ്ടാണെന്ന് പറയുന്നത് പായസം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ പായസമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത്. എൻ്റെ മുമ്പിലിരുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പരിപാടി എന്ന് വെച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാക്കി, ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ട് കുറേ ആയിക്കി എന്നൊക്കെയാണ് മൂപ്പർ പറഞ്ഞത്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്തുണ്ട് നമ്മളെ നസീർ ചാക്കു അപ്പൂന് സീറ്റ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെയെല്ലാം കൂടി അപ്പൂന് സീറ്റ് കിട്ടി. അപ്പു ഇരിക്കുന്നതെന്ന് വെച്ചുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട ആരെടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്തിൻ്റെ എന്താണ് ഡോക്ടർ അടുത്താണ്, ഡോക്ടർ അമീർ അലി, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് ഉണ്ട് നമ്മളെ പ്രേമേട്ടൻ്റെ മോളും നമ്മൾ കമ്പനിക്കാരൊക്കെ എന്താക്കുന്നത് ചോറുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു പരിപാടി നടത്തിയിട്ടോ. പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂണിൻ്റെ മുകളിൽ നാരങ്ങ വെച്ചിട്ട് എന്താക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, എന്നിട്ട് അവിടെ നിന്ന് ഒരു കസാല എടുക്കുക, അതും കൊണ്ട് ഓടുക. അങ്ങനെ എല്ലാവരും കൂടി തെറ്റി മറിഞ്ഞ് നിറയേണ്ട എല്ലാവരും കൂടി ഒരു ബൈക്കായാലോ ആൺകുട്ടികളൊക്കെ പറഞ്ഞ് ഞമ്മക്ക് ഇതൊക്കെ സെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ടീമും കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ടോ. ഞങ്ങളെ ടീം ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല ഇത് ഇത്രയും റിസ്ക് ഉള്ള കാര്യമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാളും പൊട്ടി. പക്ഷേ രവിയേട്ടൻ എന്ന് പറയുന്ന ഒരു ഏട്ടനുണ്ടായിരുന്നു, മൂപ്പരെന്താണ് അതിൽ പുലിയതിനെ കൊണ്ട് പെട്ടെന്ന് ഇതാക്കിയിട്ടോ. അതിന് ശേഷം നമ്മളെന്താക്കി കസാല മത്സരം തുടങ്ങി. കസാല മത്സരം തുടങ്ങിയ സമയത്ത് പ്രേമേട്ടൻ പറഞ്ഞു നീ പോകുമെന്ന് വേണ്ട, നീ എന്തായാലും തോറ്റു പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രേമേട്ടനോട് 4ാം ക്ലാസ്സിൽ 4 കൊല്ലം ഇരുന്ന പ്രേമേട്ടൻ ഇത്ര വാശിയുണ്ടെങ്കിൽ എനിക്കത്ര വാശിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കി ഞാൻ അവിടെ നിന്ന് കളിച്ചിട്ടോ. കളിക്കുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് ഉന്തി അങ്ങോട്ട് ഇട്ടിട്ട് വേറൊരാളങ്ങ് ജയിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. ചാനൽ ഇഷ്ടമായിക്കൊണ്ട് സബ്സ്ക്രൈബും ബെല്ലൈക്കണും ലൈക്കൊക്കെ ഞാൻ മർത്തിയേക്ക്. ഇൻസ്റ്റാഗ്രാമിലുള്ളവൻ ഫോളോ ചെയ്തൊക്കെ. എന്തായാലും അടിപൊളി പരിപാടിയാണ്. എല്ലാവർക്കും ഓണാശംസകൾ.